എല്ലാവർക്കും PS വേൾഡ് ഫോർ യുവിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങൾ പോയിട്ട് വരാം. ബൈ ബൈ. ബൈ ബൈ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ യാത്രയിലായിരുന്നു. എങ്ങോട്ടാണെന്നല്ലേ? കാവശ്ശേരി പൂരത്തിന് പോവുകയാണ് കേട്ടോ. പൂരം ദിവസം നല്ല തിരക്കായിരിക്കും. കുട്ടികളെ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. റോഡ് ഫുൾ തിരക്കായിരിക്കും. നമ്മൾ വേറെ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കയറിയാലും എല്ലാവരും ഫുൾ തിരക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പൂരത്തിന് തലേ ദിവസം പോവുകയാണ് കേട്ടോ. സാധാരണ പൂരത്തിന് തലേ ദിവസം അത്ര വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ വർഷം നല്ലോണം സാമ്പിളിന് നല്ല പടക്കം ഉള്ളത് കൊണ്ട് ഇന്ന് നല്ല തിരക്കുണ്ട് കേട്ടോ. നമ്മൾ മലമലമൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഫുൾ അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറേ പേരൊക്കെ ദൂരങ്ങളിൽ നിന്നൊക്കെ വന്ന് ട്രാവലറും കാറും എല്ലാം പിടിച്ച് വന്നവരുണ്ട്. പോകുന്ന വഴി നല്ല നല്ല കാഴ്ചകളാണ് കേട്ടോ. കച്ചവടക്കാരുടെ ഉണ്ടോ, നല്ല രസമുണ്ട്. നമ്മുടെ ചെറുത് ഇത് ഓരോന്ന് കാണുമ്പോഴും ഇതാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ മെല്ലെ അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചു കൊണ്ടുപോകും കേട്ടോ. കാരണം തിരിച്ചു വരുമ്പോൾ മേടിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട്. പോകുമ്പോൾ നമ്മൾ പോയി മേടിച്ചെന്ന് വെച്ചാൽ പൂരപ്പറമ്പ് കറങ്ങുമ്പോൾ മുഴുവൻ നമ്മളതെല്ലാം കൈ പിടിച്ചുകൊണ്ട് നടക്കണം. പിന്നെ തിരക്കുവാണല്ലോ. തിരിച്ചു വരുമ്പോഴേ എല്ലാ സാധനങ്ങളും മേടിക്കുകയുള്ളൂ കേട്ടോ. പോകുമ്പോൾ എല്ലാം ഇങ്ങനെ കണ്ട് അലുവക്കടകൾ, ടോയ് കടകൾ, അങ്ങനെ പല കടകളും ഉണ്ട് കേട്ടോ. അതൊക്കെ ഉണ്ട്, ഇങ്ങനെ നടക്കുകയാണ്. പൂരത്തിന് തലേ ദിവസം വലിയ തിരക്കുണ്ടാവില്ല എന്ന് വിചാരിച്ചെങ്കിലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇതാണ് അമ്പലം കേട്ടോ, പരക്കാട്ടുകാവ് ക്ഷേത്രമാണിത്. ഇതിനകത്താണ് ആനച്ചമയൊക്കെ ഉണ്ടാവുക കേട്ടോ. പിന്നെ വഴിയിൽ അലുവ, മുറുക്ക് എല്ലാം ഉണ്ട്. എന്ത് വേണമെങ്കിലും മേടിക്കാം. കഴിച്ചുകൊണ്ട് നടക്കുന്നപ്പോൾ ഉണ്ടോ പച്ച കളർ അലുവയൊക്കെ ഉണ്ട് കേട്ടോ. ബ്ലാക്ക് നമ്മൾ സാധാരണ കാണാറുണ്ട്, റെഡ് കാണാറുണ്ട്, യെല്ലോ, ഓറഞ്ചൊക്കെ കാണാറുണ്ട്. ഗ്രീൻ അധികം കാണാറില്ലല്ലോ. റെഡിൽ തന്നെ പല പല റെഡ് കളറുണ്ട്. ഡാർക്ക് റെഡ് ഉണ്ട്, ലൈറ്റ് റെഡ് ഉണ്ട്, അങ്ങനെ. പിന്നെ അങ്ങനെ കുറേ ദൂരം നമ്മൾ നടന്നു. നമ്മൾ ഫസ്റ്റ് അമ്പലത്തിന് തൊട്ടടുത്തൊരു പന്തലുണ്ട്, ആനപ്പന്തൽ. ആ പന്തലിലവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കുറച്ച് മുൻപേ വണ്ടി നിർത്തി. കാരണം ഇനി ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ പാർക്കിങ്ങിന് സ്ഥലം കിട്ടിയില്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ട് കുറേ മുൻപ് തന്നെ വണ്ടി അവിടെ നിർത്തിയിട്ടാണ് വന്നത്. ഫസ്റ്റ് പന്തൽ ചോട്ടിൽ കുറേ സമയം നിന്നു ഞങ്ങൾ. നല്ല തിരക്കുണ്ട്. പൂരം ദിവസം എങ്ങനെയാണോ അതുപോലെ തിരക്കുണ്ട് കേട്ടോ. പ്രാവശ്യം സാധാരണ തിരക്കുണ്ടാവും, പക്ഷെ എന്നാലും ഇത്ര തിരക്കുണ്ടാവില്ല. പ്രാവശ്യം നല്ല കൂടുതൽ തിരക്കുണ്ടായിരുന്നു. പിന്നെ ഇന്ന് തലേ ദിവസമാണ് നമുക്ക് ഫാമിലി ആയിട്ട് വരാൻ പറ്റുക. അതായത് പുറത്തുനിന്ന് ഒരുപാട് ആളുകൾ ഉണ്ടാവില്ല എന്നുള്ള വിശ്വാസത്തിൽ ഫാമിലി ആയിട്ട് എല്ലാവരും, കുട്ടികളടക്കം എല്ലാവരും ഈ തലേ ദിവസമാണ് കേട്ടോ വരിക. പന്തൽ കാണാനും പിന്നെ സാമ്പിൾ വെടിക്കെട്ട് കുറച്ചുണ്ടാവും. അപ്പോൾ അതൊക്കെ കാണാമെന്ന് പറഞ്ഞിട്ട് തലേ ദിവസം വരും. കാരണം പൂരം ദിവസം നമ്മുടെ വീടുകളിൽ നിറയെ ഗസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് അമ്മമാർക്കും സ്ത്രീകൾക്കൊന്നും അധികം പൂരപ്പറമ്പിലേക്ക് വരാൻ പറ്റില്ല. കാരണം ഗസ്റ്റുകൾ വന്നുകൊണ്ടേയിരിക്കുമ്പോൾ അവർക്ക് ചായ, വെള്ളം, ഫുഡ് എന്ന് പറഞ്ഞ പോലെ കൊടുത്തുകൊണ്ടിരിക്കണമല്ലോ. പക്ഷെ ഇപ്പൊന്നും അങ്ങനെ ഇല്ല. ഇപ്പോഴൊക്കെ ഒരുപാട് മാറി. ഇപ്പോൾ വരുന്ന ബന്ധുക്കാരോടൊപ്പം തന്നെ നമ്മളെ വീട്ടുകാരും നമ്മൾ പൂരപ്പറമ്പിലേക്ക് പോവാറാണ് ഇപ്പോൾ ചെയ്യുന്നത്. എങ്കിലും കുറച്ച് പേരൊക്കെ നമ്മൾ വീട്ടിലിരിക്കുമല്ലോ. അപ്പോൾ ഇന്ന് തലേ ദിവസം വന്ന ബന്ധുക്കാരെ കൂട്ടി നമ്മളങ്ങനെ പൂരപ്പറമ്പിലെത്തിയിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾക്ക് ഇപ്രാവശ്യം ബന്ധുക്കാരൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ സ്കൂട്ടിയിൽ തന്നെ പോയി ഫസ്റ്റ് പന്തലിൻ്റെ ചോട്ടിൽ നിൽക്കുകയാണ്. പല പല കളേഴ്സിൽ ലൈറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. കുറച്ച് സമയമൊക്കെ ഡിസൈൻസ് മാത്രമായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ദേവികളുടെയൊക്കെ പിക്ചറുകൾ കണ്ടോ. ഓരോ ദേവികളുടെ ഇങ്ങനെ പിക്ചറുകൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. എല്ലാം ഓരോ ക്രിയേറ്റിവിറ്റിയാണ് അല്ലേ. നല്ല ബഹളമുണ്ട് കേട്ടോ അവിടെ. കണ്ടോ ഓരോ ദേവികളിങ്ങനെ കാണുന്നുണ്ടോ, മനസ്സിലാവുന്നുണ്ടോ? പിന്നെ വീണ്ടും ഡിസൈനാണ് കേട്ടോ പത്രകൾ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ പന്തൽ നേരെ ഓപ്പോസിറ്റ് അപ്പുറത്ത് ഒരു പന്തലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് കുറച്ച് ദൂരം നടക്കണം. ഞങ്ങൾ ഏകദേശം ഒരു 3/4 ഭാഗം നടന്നു. ആ പന്തലിൽ ഏകദേശം അടുത്ത് എത്തുന്ന രീതിയിൽ നടന്നു. പക്ഷെ പിന്നെയും നല്ല തിരക്കുണ്ട്. പിന്നെ ആ പന്തലിൻ്റെ ചോട്ടിൽ ചെണ്ടമേളം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല. നമ്മൾ കുട്ടികളൊക്കെ ഉള്ളതല്ലേ.
പിന്നെ ഇവിടെ അതിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ട് തന്നെ ധാരാളം ആളുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. സാമ്പിൾ വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളും ഒരുപാട് തിരക്കില്ലാത്ത അവിടെ നോക്കിയിട്ട് നമുക്ക് സ്ട്രീറ്റ് കൂടി ചെറുതാണല്ലോ. അപ്പോൾ നമ്മളൊരു ഐസ്ക്രീം വണ്ടിയുണ്ട്, അവിടെ കുറച്ച് വെളിച്ചമുണ്ട്, ലൈറ്റ് വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിൻ്റെ അടുത്താണ് നിന്നത് കേട്ടോ. ഓപ്പോസിറ്റുള്ള പന്തലിൽ അതുപോലെ ഡിസൈനുകളൊക്കെ മാറുന്നുണ്ട്. ദൈവങ്ങളുടെ പിക്ചറുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. വിഘ്നേശ്വരനും ശിവൻ, ദേവി, അങ്ങനെ എല്ലാം വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അടുത്തേക്ക് പോയില്ല, കാരണം അതിന് തൊട്ട് താഴെയാണ് ചെണ്ടമേളം. അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല ക്രൗഡായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോയില്ല കേട്ടോ, കുറച്ച് ഗ്യാപ്പിൽ നിന്നു. പക്ഷെ മറ്റേ പന്തലിൻ്റെ അവിടെ നിന്ന് ഒരുപാട് ദൂരം ഞങ്ങൾ നടന്നു വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ നിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഫുൾ കുണ്ടും കുഴിയൊക്കെയാണ്. അതിൽ കൂടെ ഒരു ഹിന്ദിക്കാരെ ഐസ്ക്രീം വണ്ടി കൊണ്ടുവരുന്ന കണ്ടോ, ഫുൾ കുണ്ടും കുഴിയാണ്. കറക്റ്റ് അതിൽ കൂടെ വരുന്ന ആ വഴി രൂപമില്ലെന്ന് അവർക്ക് അറിയാം, എന്നിട്ട് കൂടി അവർ അതിൽ കൂടെ വരുന്ന ആ കുണ്ടിൽ പെട്ട് കിടക്കുകയാണ്. പക്ഷേ എന്താ പറയുക, അവൻ്റെ അതിന് പിന്മാറുന്നില്ല കേട്ടോ. അവർ വീണ്ടും ഫ്രണ്ടിൽ കിടക്കുന്നു, ബാക്കിൽ കിടക്കുന്നു. ഞങ്ങൾക്ക് പേടിയുണ്ടായിരുന്നു മറ്റേ മറിയുമോയെന്ന്. കാരണം പുറകിൽ നിൽക്കുന്ന ഒരു പയ്യനുണ്ട് ആ വണ്ടിയുടെ പുറകിൽ, അവന് നല്ല പേടിയുണ്ട്. കണ്ടോ, വണ്ടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ മെല്ലെ ആ വണ്ടി തള്ളി, കുറേ പേരൊക്കെ വന്ന് തള്ളി അങ്ങനെ എടുത്തു കേട്ടോ. പിന്നെ ആ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ പന്തലിൽ ഡിസൈൻ മാറി വന്നു കണ്ടോ, കൃഷ്ണൻ, വിഘ്നേശ്വരൻ അങ്ങനെയൊക്കെ വരുന്നു കണ്ടോ. ഇപ്പോൾ വിഘ്നേശ്വരനാണ്, പാർവതിയും വിഘ്നേശ്വരനും അങ്ങനെ വീണ്ടും ഡിസൈനായി. അങ്ങനെ പന്തലുകളിൽ ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. കാണാൻ നല്ല രസമാണ്. നമ്മളിങ്ങനെ ദൂരെ നിന്ന് കാണുന്ന പോലെ നേരിട്ട് കാണാൻ നല്ല രസമാണ് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. എല്ലാവരും സാമ്പിളിൽ വെടിക്കെട്ട് കാണാനാണ് ഇത്രയും തിരക്ക് കേട്ടോ ഇന്ന്. അപ്പം അങ്ങനെയുള്ളൂ. യന്ത്ര ഊഞ്ഞാലൊക്കെ ഉണ്ട്. പിന്നെ ധാരാളം ഐസ്ക്രീം വണ്ടിയും ഉണ്ട്. പിന്നെ കുറച്ച് നേരം നിന്ന് ബോറടിച്ചപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് കടല മേടിച്ചു തന്നു കേട്ടോ, വറുത്ത കടലിൽ അത് മേടിച്ചു തന്നു. ഞങ്ങളെല്ലാവരും കൂടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പുറകിലും ചുറ്റും ആളുകളുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന പടക്കം സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. നമുക്കത് കാണാം. ഞാൻ കുറച്ച് സ്പീഡാക്കുന്നുണ്ട് കേട്ടോ, ഒരുപാട് ബോറടിക്കണ്ടെന്ന് പറഞ്ഞിട്ട്. ശ്രീകുട്ടിക്ക് പേടിയുണ്ടാവുമെന്ന് വിചാരിച്ചു, പക്ഷെ അവൾ കൂളായി സൂപ്പറായി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ തിരിച്ചു നിർത്തിയപ്പോഴും അവൾ അതാ പടക്കം പറഞ്ഞിട്ട് അങ്ങോട്ട് തന്നെ തിരിയുന്നുണ്ടായിരുന്നു. കൂടുതലുണ്ടായിരുന്നു കേട്ടോ പടക്കം. സാമ്പിളാണെങ്കിലും ഫസ്റ്റൊക്കെ ഇത്തിരി സ്ലോ ആയിരുന്നു, ലാസ്റ്റ് കോട്ടൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ട ഈ ഐസ്ക്രീം വണ്ടിയുടെ
ഫ്രണ്ടിൽ ആ വെളിച്ചത്തിലാണ്ടോ നമ്മൾ നിന്നത്, കുട്ടികളൊക്കെ ഉള്ളതല്ലെന്ന് പറഞ്ഞിട്ട്. പിന്നെ അങ്ങനെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഏട്ടൻ ഐസ്ക്രീം വാങ്ങിച്ചു തന്നു. ഐസ്ക്രീം വെച്ചാൽ ഓരോരുത്തർക്കും ഓരോന്നായിരുന്നു. ശ്രീകുട്ടിക്ക് ചോക്കോബാർ മതി എന്ന് പറഞ്ഞിട്ട് അവൾക്ക് അങ്ങനെയായിരുന്നു. എനിക്കും ചോക്കോബാറാണ് കേട്ടോ. പിന്നെ ഏട്ടൻ എന്താ കോൺ വാങ്ങിച്ചു, മോൻ പേപ്പർ കോൺ മേടിച്ചു. അങ്ങനെ എല്ലാവരും കൂടെ ഐസ്ക്രീമൊക്കെ കഴിച്ചു. അവൾക്ക് ഐസ്ക്രീം മേടിച്ചു. അവൾ ഫസ്റ്റ് ഒരെണ്ണമാണ് വാങ്ങിച്ചത്. ഞാൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾ മേടിച്ചത് കഴിച്ചുകൊണ്ടിരുന്നതാണ്. എൻ്റെ എനിക്ക് പുതിയത് മേടിച്ചു തന്നപ്പോൾ അവളുടെ വേഗം പകുതി മുക്കാലും കഴിച്ചിട്ട് അത് താഴത്ത് വീണ്ടും എൻ്റെ കയ്യിലുള്ള ഐസ്ക്രീം ചോക്കോബാർ വീണ്ടും മേടിച്ചു കേട്ടോ. അവൾ താന്നുകൊണ്ട് വേഗം അത് കഴിച്ച് കളഞ്ഞും കൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് വേഗം മേടിച്ചു കേട്ടോ. ഇപ്പോൾ താഴെ മുഖത്തും എല്ലാവിടെയും ആക്കി ഞാൻ ഒറ്റയ്ക്ക് പിടിച്ച് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കണ്ടോ ആ കോല് വേഗം കളഞ്ഞു. പിന്നെ എൻ്റെ നിന്ന് മേടിച്ച് കഴിച്ചു. പിന്നെ വരുന്ന വഴിക്ക് കണ്ടോ ബലൂൺസൊക്കെ ഉണ്ട്, അടിപൊളി അയച്ച് നല്ല രസമാണ് കേട്ടോ കാണാൻ. അപ്പോൾ എല്ലാവരും സാമ്പിൾ വെടിക്കെട്ട് പൊട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം അവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ച് കുറച്ചൊന്ന് തിരക്ക് ഒഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ നടക്കാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ കാരണം നമ്മൾ ഫസ്റ്റ് കണ്ട പന്തലിൻ്റെ അവിടെ നിന്ന് ഒരുപാട് ദൂരെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ വീണ്ടും നമ്മുടെ വണ്ടിയൊക്കെ അങ്ങോട്ടല്ലേ നിർത്തിയിരിക്കണേ. വീണ്ടും നമ്മൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇടയിലിടയിൽ നിറയെ കടകളൊക്കെ ഉണ്ട് കേട്ടോ. കടല, ഐസ് പറഞ്ഞ പോലെ എല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ച് ദൂരം വന്നപ്പോൾ കാളൻ കണ്ടപ്പോൾ പ്രദുവിന് കാളൻ വേണമെന്ന് പറഞ്ഞു. അത് മേടിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. സൂപ്പർ കാളനായിരുന്നു കേട്ടോ. അപ്പോൾ അത് മേടിച്ചു. ഇത് ഞങ്ങളെല്ലാവരും കഴിച്ചു കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി അവൻ നീട്ടുകയാണ്. ശ്രീകുട്ടിക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല കേട്ടോ. ശ്രീകുട്ടിക്ക് കൊടുത്തു, പക്ഷെ അവൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. അവൾ അപ്പോൾ തന്നെ വായിലിട്ടതും തന്നെ അത് തുപ്പി കളഞ്ഞു കേട്ടോ. പക്ഷേ കടക്കാർ ഇതിൻ്റെ മറ്റേതില്ലേ ഓടാ അത് കൊടുത്തു. അത് അവൾ സുഖമായി കഴിച്ചു കേട്ടോ. അവൾക്ക് ആ മസാല ഇഷ്ടമായില്ല. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് ദൂരം വന്നു. സെക്കൻഡ് പന്തലാണ് അവിടെ നിന്ന് കാണുന്നത്. അടിപൊളി ഇഡ്ഡലി ബലൂൺസൊക്കെ. ഞങ്ങൾ ആദ്യം കണ്ട പന്തലിൻ്റെ ചോട്ടിലാണ് കേട്ടോ ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ഇത്രയും തിരക്കാണ്. ഇവിടെ നിന്ന് ആ അറ്റം വരെ ഉണ്ട്. അവിടെ ഫുൾ ക്രൗഡാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നടന്ന ക്ഷീണം കൊണ്ട് ഏട്ടനൊരു സംഭാരമൊക്കെ മേടിച്ച് കുടിക്കുകയാണ്. പിന്നെ കുറച്ച് പർച്ചേസിങ് ഒക്കെ ഉണ്ടായിരുന്നു, മാല, വള, കമ്മലെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. പല പല കളേഴ്സിൽ നല്ല രസമുണ്ട് കമ്മലുകൾ. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വന്ന് നോക്കുമ്പോൾ മെയിൻ റോഡിൽ 2-3 ബസ്സുകൾ വന്ന് ബ്ലോക്കായി കിടക്കുക. അതുകൊണ്ട് എന്ന് വെച്ചാൽ ഉള്ള ഏരിയയിലുള്ള റോഡ് മുഴുവൻ ബ്ലോക്കായി നടന്നു പോകാനുള്ള വഴി പോലും ഇല്ല. ആ രീതിയിലായിരുന്നു കേട്ടോ. കാറുകളും ബൈക്കുകളൊക്കെ നിർത്തിയിട്ട് നമുക്ക് സൈഡിൽ കൂടെ നടന്നു പോകാനുള്ള വഴി പോലും ഇല്ല. ഓരോ ബൈക്കുകളുടെയും ഫ്രണ്ടും ബാക്കും സൈഡൊക്കെ ഞാൻ നീക്കിയിട്ടാണ് നമ്മൾ മെയിൻ റോഡ് എത്തിയത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ഫുൾ തിരക്കും ക്രൗഡും ഒക്കെ ആയതുകൊണ്ട് പിന്നെ അധികം വീഡിയോ എടുക്കാൻ നിന്നില്ല. എത്രയേ ഉള്ളൂ കേട്ടോ. എത്രയേ ഉള്ളൂ. ബായ്. അപ്പോൾ പൂരത്തലേന്നുള്ള വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ബായ്. സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും.